ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പഴുത്ത ചക്ക ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം വെറും 15 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചക്ക സീസണിലായിരിക്കുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ പഴുത്ത ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് വരിക്ക ചക്കയാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചക്ക വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ 12 ചുള ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. അതിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ പഞ്ചസാര ഉപയോഗിച്ചാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചും ഈ ഒരു പലഹാരം ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് അളവ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. ഏലക്ക പൊടിക്ക് പകരം നിങ്ങൾക്ക് 2 ഏലക്ക മൂടനായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് അളവ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്ത് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് അളവ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ മധുരം ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ലിക്വിഡുള്ള എന്നാൽ ഒരുപാട് കട്ടിയല്ല, ആ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഞാനിതാ ഇതുപോലത്തെ പാത്രത്തിലാണ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു പാത്രത്തിൽ നെയ്യ് നല്ലപോലെ ഒന്ന് തടവി കൊടുക്കണം. എങ്കിൽ മാത്രമേ അടിഭാഗം പറ്റിപ്പിടിക്കാതെ നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ഇല വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ നെയ്യൊക്കെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കൂട്ടൊഴിച്ച് കൊടുക്കാം. എത്ര കനത്തിലാണോ നിങ്ങൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ കൂട്ടും ഒന്നിച്ച് തന്നെ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഒന്നിച്ച് വേവിച്ചെടുക്കുമ്പോൾ സമയം ഒരല്പം കൂടും. ഞാനിതിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ അതൊന്ന് വന്നോളും. അതിനുശേഷം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ സ്റ്റീമർ നേരത്തെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. നല്ലപോലെ ആവി വന്നതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ കുക്കിംഗ് ടൈം നിങ്ങൾ എത്ര കൂട്ടാണോ ഒഴിച്ചു കൊടുക്കുന്നത് അതിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം 15 മിനിറ്റ് സമയമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വന്നിരുന്നു. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഒന്നിട്ട് കുത്തി നോക്കുക. ഒട്ടും പറ്റിപ്പിടിക്കാതെ വരുന്നുണ്ടെങ്കിൽ ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിരുന്നു. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം നമ്മളിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ നിന്നും പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് എടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അടിയിലൊരു ഇല വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ നമ്മൾക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് പറ്റിപ്പിടിച്ചിരുന്നു. എങ്കിൽ കൂടി നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ അടുത്തൊരു പാത്രത്തിലും സെറ്റ് ചെയ്തിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ചായയുടെ ഒപ്പം കഴിക്കാനായാലും അല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പോളം ശർക്കര എടുത്തിട്ട് ഒരു 1/2 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാകുക. അതുപോലെ തന്നെ ചക്കയുടെ ഫ്ലേവർ
ഫ്ലേവർ നല്ലപോലെ കിട്ടും. ആ ഒരു ചക്കയുടെ ഫ്ലേവർ ഒട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ പഞ്ചസാര ഉപയോഗിച്ചിരിക്കുന്നത്. ശർക്കര ഉപയോഗിക്കുമ്പോൾ ഒരു രുചിയിൽ അല്പം വ്യത്യാസം വരും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.